ഇന്നലെ 26/10/2025 ഞായറാഴ്ച ഇന്നലെ നൂറെ ഹബീബിന്റെ ഒരു മജ്‌ലിസ് നടന്നു. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത മജ്‌ലിസാണ്. ആ മജ്‌ലിസിന്റെ ഇടയിൽ ഒരു ചെറിയൊരു വാക്കുപിഴവുണ്ടായി. ഇത് പണ്ഡിതന്മാരൊക്കെ തിരുത്തി തന്ന് ഞാൻ തിരുത്തിയിട്ടുണ്ട്. പക്ഷെ സദസ്സിൽ വെച്ച് എനിക്ക് തിരുത്താൻ പറ്റില്ല. അത് നമ്മുടെ സമുദായത്തിന് തന്നെ അത് ഒരു കേട് വരും. കാരണം ഒരുപാട് ഇന്നലെ ഞാൻ മജ്‌ലിസ് നടക്കുമ്പോൾ സ്വലാത്തുൽ ഫാത്തിഹയുടെ മജ്‌ലിസ്, അപ്പൊ 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ആ സ്വലാത്തുൽ ഫാത്തിഹയിൽ എന്ത് ചെയ്യും, എല്ലാവരും മന്ത്രിക്കും. അപ്പൊ ഒരുപാട് ഹൈന്ദവ കുടുംബങ്ങളും സഹോദരന്മാരൊക്കെ മജ്‌ലിസിൽ വരാറുണ്ട്. ഇന്നലെ എന്റെ മുമ്പ് തന്നെ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ ആളുകൾ ഇതിൽ ഊതുമ്പോ അവരിനിപ്പോ ഇതെന്താന്ന് ഒരിക്കൽ അറിയില്ലല്ലോ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിച്ചിട്ട് അതിൽ ഊതണമെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റാന്നുള്ളത് എനിക്ക് ഉസ്താദന്മാർ അവിടെ ഇരിക്കണ പണ്ട് അപ്പൊ തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ച് തിരുത്തുമ്പോൾ നമ്മൾ സമുദായത്തിന് കേടല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ തിരുത്താതിരുന്നത്. അതിൽ എനിക്ക് ഇച്ചിരി വാക്കുപ്പഴം തന്നെയാണ് അത്. പിന്നെ ഇപ്പൊ വിവാദങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പഠിച്ച റബ്ബ് നാക്കിന് പഴവ് തന്നതല്ലേ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് പിന്നെ തെറ്റാന്ന് പിള്ളേർ പറഞ്ഞു. അത് ഇൻഷാ അല്ലാഹ് അതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ തിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞങ്ങളെ കുട്ടിയല്ലേ ഞാൻ പൊരുത്തപ്പെടി. പക്ഷെ നമുക്ക് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാലോ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ അതിനെ കുറിച്ച് വിവാദ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതും വേണ്ട, നിങ്ങളെ കുട്ടിയല്ലേ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ നല്ല നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ മുന്നോട്ട് പോകും. നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തിരുത്തുമല്ലോ. നമുക്കതല്ലേ വേണം, നമുക്ക് അറിവൊന്നുമില്ലല്ലോ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മളെ കൂറ ഹബീബിന്റെ ഫضല് പറയലൊക്കെ കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ഇന്ന് ഫضല് പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ. ഇപ്പം നമ്മളെ സ്വലാത്തുൽ ഫാത്തിഹ ആരംഭിക്കുകയാണ്. അതിനെ നമ്മൾ കാര്യമായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ചൊല്ലിക്കൊള്ളി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഫാത്തിഹി ലിമാ ഖുലിഖ വൽ ഖാതിമി നാസിറുൽ ഹഖ് ബിൽ ഹഖ് ഇലാ സിറാത്തിക്കൽ മുസ്തഖീം. അതിന്റെ ഇടയിൽ നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് നിങ്ങൾ കുപ്പിയാടെ പിടിച്ചാൽ മയപ്പെടുന്ന് ഊതി തരും. അപ്പോൾ വേറെ വിഷയം ഉണ്ടല്ലോ. ആ ഭാഗത്ത് ഇരിക്കണം, ഈ ഭാഗത്ത് ഇരിക്കണം ഹിന്ദുക്കളെ കുറേ സുഹൃത്തുക്കളില്ലേ, അവർക്ക് നിങ്ങളവിടെ നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് അവിടെ ഞാൻ ഊതി തരണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാറ് തൽക്കാലം ഗുരുവായൂരപ്പനെ ഇതായിട്ട് ഞാൻ ഊതണോ നിങ്ങൾ ഊതാല്ലേ? നിങ്ങൾ ഊതോ? അങ്ങനത്തെ നിങ്ങൾ ഗുരുവായൂരപ്പനെ വെച്ചാണ് നിങ്ങൾ ഊതുക. നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഭാഗത്ത് നിങ്ങൾ തിരക്കല്ലേ, ഈ ഭാഗത്ത് നിൽക്കാൻ ആ താത്താനോട് നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾ കുപ്പി അവിടെ നിന്ന് പിടിച്ചാൽ മതി, മൂടി തുറന്നാൽ ഞാൻ ഇവിടെ ഊതി തരും കേട്ടോ. അപ്പോൾ നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫضലൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. നാളെ ഫضല് പറയാം. അപ്പോൾ നാളെ ഗുരുവായൂരപ്പൻ്റെ പേരിൽ ഇഷ്യൂ ഇപ്പോൾ അവിടുന്ന് ഊതാ. നിങ്ങളിപ്പോൾ സ്വലാത്തുൽ ഫാത്തിഹ എഴുതിയിട്ട് ഇവിടുന്ന് ഊതാ. ഓക്കെ, ഗുഡ് ബൈ.